എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അമ്മക്കുടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സവാളയും പച്ചമുളകും ഒക്കെ കൊണ്ട് ഒരു അടിപൊളിയൊരു ഡിഷാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. 3 സവാള തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. അതുപോലെ 6 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിഷിന് നമുക്കൊരു ഇത്തിരി എരിവ് വേണം, അതുകൊണ്ട് ഞാൻ 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും. ഇനി നമുക്ക് ഈ സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. ഇതുപോലെ വട്ടം വട്ടം അരിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ ചെറുതാക്കി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. ഈ ഒരു പാകത്തിന് വേണം നമുക്ക് സവാള നീളത്തിൽ അരിഞ്ഞെടുക്കാൻ. ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞ സവാളയെ നമുക്ക് ഒന്നുകൂടി കുരുകുരാന്ന് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. എനിക്കിതുണ്ടാക്കി കഴിച്ചിട്ട് പോകാൻ സമയം തികയാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്നാണ് സവാള അരിഞ്ഞ് കുറച്ച് വലുപ്പമായി പോയി. പക്ഷേ നിങ്ങളുണ്ടാക്കുമ്പം കുറച്ചുകൂടി ചെറുതാക്കി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി ആ എടുത്തു വെച്ചിരുന്ന പച്ചമുളക് ഇതുപോലെ വട്ടം അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയുടെയും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ പച്ചമുളകും കറിവേപ്പിലയും സവാളയും നമുക്കൊന്ന് ആദ്യം വഴറ്റി കൊടുക്കണം. ഇനി വറതാളിക്കാനായിട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് തയ്യാറാക്കി ഇങ്ങനെ എല്ലാം റെഡിയാക്കി വെക്കുകയാണെങ്കിലുണ്ടല്ലോ, പാചകം ചെയ്യുമ്പോൾ പെട്ടെന്നായി കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഫ്രഷ് തേങ്ങയാണ്. അതിന് ഞാൻ ഇങ്ങനെ 5 വിരൽ കൂട്ടിപ്പിടിച്ചിട്ട് 2 പിടുത്തം തേങ്ങ എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ 4 വിരൽ കൂട്ടിപ്പിടിച്ചിട്ട് ബാക്കി ഇച്ചിരി തേങ്ങയും കൂടെ ഉള്ളതും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അളവ് ഞാൻ പറഞ്ഞു തന്നത് കൈപ്പിടി കണക്കിനാണ്. ഇനി ഈ ഒരു സ്പൂണിനകത്ത് നമുക്ക് കടുക് എടുക്കണം. ഒരു 1/4 ടീസ്പൂൺ കടുക് ഞാൻ ഈ തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നല്ല ജീരകമാണ്. മോരൊക്കെ കാച്ചാൻ എടുക്കുന്ന ജീരകമില്ലേ, വെള്ളം തിളപ്പിക്കാൻ എടുക്കുന്ന ആ ജീരകം 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് വേണ്ടത് നല്ല കട്ട തൈരാണ്. അതൊരു 4-5 സ്പൂൺ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഈ പറയുന്നത് പോലെ നമുക്ക് സവാളയും പച്ചമുളകും തൈരും ഇതെല്ലാം നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം അനുസരിച്ച് എത്രയോ ക്വാണ്ടിറ്റി വേണം, അതിനനുസരിച്ച് നമുക്ക് സവാളയും പച്ചമുളകും കൂട്ടി കൊടുക്കാം. സവാളയൊക്കെ ഞാൻ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. ഇത്തിരി കൂടി ചെറുതാക്കി നിങ്ങൾക്ക് അരിയാം. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സമയം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് അരിഞ്ഞെടുത്തപ്പോൾ ഈ ഒരു പരുവത്തിലായിപ്പോയതാണ്, ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഈ സവാളയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് എണ്ണ വേണ്ട, കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം എല്ലാം ഒന്ന് ഒതുക്കി ഒരു മൂടി വെച്ച് കൊടുത്തിട്ട് മീഡിയം തീയിലിട്ടൊന്ന് നമുക്കൊന്നൊന്ന് പതുക്കെ വേവിച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. സവാള മൊരിഞ്ഞു പോകരുത്. അതായത് സവാള നല്ല വെള്ള കളറിൽ തന്നെ നമുക്ക് കിട്ടണം. മൊരിഞ്ഞ് വേറൊരു കളറായി കഴിഞ്ഞാൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല, രുചിയും മാറിപ്പോവും. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ആ അരിഞ്ഞു വെച്ചിരുന്ന 6 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എരിയുള്ള പച്ചമുളകാണ്. അപ്പോൾ ഇതും കറിവേപ്പിലയും കൂടെ ചേർത്ത് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കറിവേപ്പില ഒരു ഇത്തിരി വാടിപ്പോയതാണ്. എനിക്ക് ഫ്രഷ് കറിവേപ്പില ചേർക്കാനാണ് ഇഷ്ടം. അതുമാത്രമല്ല കറിവേപ്പിലയ്ക്ക് വേറൊരു കളറും. എന്തായാലും കിട്ടിയ കറിവേപ്പില കൊണ്ട് നമുക്കിത് തയ്യാറാക്കാം. അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് എന്തായാലും ഇതൊന്ന് ഇളക്കി കൊടുത്ത് വേവിക്കാം. ഒരുപാടൊന്നും ഈ സവാള വേവണ്ട. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അതുപോലെ തന്നെ ആ പച്ചപ്പ് ഒന്ന് മാറിക്കിട്ടണം എന്ന് കരുതി ഒരുപാട് വെന്ത് തളർന്ന് പോവണ്ട, കേട്ടല്ലോ. നമുക്ക് ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തീ കുറച്ച് കൊടുത്ത് വെച്ചതിന് ശേഷം വേണം ഇളക്കി കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാൻ. ഇനി നമുക്ക് ഈ തേങ്ങയും കടുകും അതുപോലെ തന്നെ തൈരും നല്ല ജീരകവും കൂടി ചേർത്ത് നല്ലതുപോലെ അരച്ച് വെക്കണം. അപ്പോൾ അതവിടെ അരച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സവാളയെല്ലാം പാകമായിട്ടുണ്ട്. നമ്മൾ സവാള കൊണ്ട് ഒരു അടിപൊളി പച്ചടിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. സവാള ഈ പരുവത്തിന് വെന്താൽ മതിയാവും. നല്ലതുപോലെ വേകണ്ട, എങ്കിൽ ആ ഒരു പച്ചപ്പ് മാറി കിട്ടുകയും വേണം. അപ്പോൾ സവാളയുടെ പാകമൊക്കെ കറക്റ്റായി. ഇനി നമ്മൾ ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങ ഉണ്ടല്ലോ, തേങ്ങയുടെ കൂട്ട്, തേങ്ങയും കടുകും നല്ല ജീരകവും ഒക്കെ കൂടെ നമ്മൾ അരച്ചില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് വെള്ളമാക്കണ്ട. മിക്സിയുടെ ജാറും കൂടെ കഴുകി, അതായത് കുറച്ച് വെള്ളത്തിൽ മിക്സിയുടെ ജാറും കൂടെ കഴുകി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു സൂപ്പർ ഒരു റെസിപ്പിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. പച്ചക്കറികളൊന്നും ഇല്ലെങ്കിലും വിഷമിക്കേണ്ടെന്നേ. ഒരു പച്ചടി ഉണ്ടാക്കാൻ 2 സവാളയും
4-5 പച്ചമുളകും ഇത്തിരി തൈരും ഇത്തിരി തേങ്ങയും ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് കിടുക്കാച്ചി ഒരു പച്ചടി ഉണ്ടാക്കിയെടുക്കാം. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചെക്ക് ചെയ്തിട്ട് കുറച്ചുകൂടി ഉപ്പ് കൂടെ ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഉപ്പും പുളിയും എരിവുമെല്ലാം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് വേണം ചേർക്കാൻ. പിന്നെ അതുപോലെ തന്നെ ഇത് തിളച്ച് പോകാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പോൾ തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചടിക്ക് ഇനി നമ്മൾ ഒന്ന് വറുത്തിടണം. കുറച്ച് എണ്ണയ്ക്കകത്തോട്ട് നമുക്കൊരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കും എടുത്തു വെച്ചിരുന്ന വറ്റൽമുളക് 2ആയി മുറിച്ച് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. അതുപോലെ ഒരു നുള്ള് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കായപ്പൊടിയൊന്നും ഒരുപാട് ആകണ്ട എങ്കിലോ കായപ്പൊടി വേണമെന്ന് താനും കേട്ടോ. പ്രിയപ്പെട്ടവരെ, അതുപോലെ ഈ സവാള ഉണ്ടല്ലോ നിസ്സാരക്കാരനല്ല കേട്ടോ. ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ ചെറുക്കുന്നുണ്ട് ഈ സവാള. അതുപോലെ നമ്മുടെ ശ്വാസകോശത്തെ ബാധിക്കുന്ന ക്യാൻസർ, ശ്വാസകോശ രോഗങ്ങൾ അങ്ങനെയുള്ളവയൊക്കെ തടയുവേ. അതുപോലെ രക്തക്കുഴലിൽ വരുന്ന ബ്ലോക്ക് തടയുന്നുണ്ട്. ഇത് പാചകം ചെയ്ത് കഴിക്കുന്നതിലും നല്ലത് പച്ചയ്ക്ക് കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാതെ തടയാനും സവാളയ്ക്ക് പങ്കുണ്ട്. രക്തത്തിനെ നേർമയാക്കി മാറ്റും. രക്തമൊക്കെ ഒരുപാട് കൊഴുകൊഴാന്നായിപ്പോയി കഴിഞ്ഞാലും എന്ത് പറ്റും എന്നറിയുക, ബ്ലോക്കൊക്കെ വരും. അതുപോലെ തന്നെ ഷുഗർ കൺട്രോൾ ചെയ്യാനും സവാളയ്ക്ക് കഴിവുണ്ട്. അപ്പോൾ നമ്മളിതേ വരതളിച്ച് നമ്മുടെ പച്ചടിയിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പച്ചടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്നൊരു വിഭവമാണ് നമ്മുടെ ഈ സവാള പച്ചടി. പച്ചക്കറിയൊന്നും വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ സവാള തന്നെ മതി രുചികരമായ പച്ചടി ഉണ്ടാക്കാൻ. ഒരുപാട് ചോറ് കഴിക്കാനും പറ്റും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അമ്മക്കൂടെന്ന് പറയുന്ന നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായി അമ്മക്കൂട് വീണ്ടും വരുന്നതാണ്. അതുപോലെ സിമ്പിൾ റെസിപ്പീസൊക്കെ നമ്മുടെ അമ്മക്കൂടെന്ന് പറയുന്ന ചാനലിനകത്തുണ്ട്. നിങ്ങളൊക്കെ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങളുടെ സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും അടുത്ത വീഡിയോയിൽ വരുന്നതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.